എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിന് മുന്നേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ ലിപ്സ്റ്റിക് ഇടുന്നവരാണ് അല്ലേ? ഞാൻ ഉൾപ്പെടെ എല്ലാവരും ലിപ്സ്റ്റിക് ഇടുന്ന, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു പിച്ചടക്കം എല്ലാവരും ലിപ്സ്റ്റിക് ഇടുന്നവരാണ്. ഈ ലിപ്സ്റ്റിക്ക് ഞാനൊക്കെ ആണെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അന്ന് ഇതിൻ്റെ ദോഷമൊന്നും അറിയില്ല, എങ്കിലും നമ്മൾ എന്താ പറയുക, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ള വിചാരമായിരുന്നു അന്നൊക്കെ. ഇപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പുറത്തൊക്കെ വീഡിയോ എടുക്കുന്ന സമയങ്ങളിലൊക്കെ മാത്രമേ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ ഒരു സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്കാണ് ഈ ലിപ്സ്റ്റിക്കിനുള്ളത് അല്ലേ? ഈ ലിപ്സ്റ്റിക്ക് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ അഭംഗി തോന്നുന്നതിൻ്റെ കാരണം നമ്മൾ ശരിയായ രീതിയിൽ ലിപ്സ്റ്റിക്ക് ഇടാത്തത് കൊണ്ടാണ്. ലിപ്സ്റ്റിക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ മസ്റ്റായിട്ടും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും നമ്മൾ ഒന്ന് സമാധാനമായിട്ടിരുന്ന് കേൾക്കുക. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലിപ്പ് ഡ്രൈ ലിപ്പാണെങ്കിൽ, അതായത് വരണ്ട ചുണ്ടുകളാണെങ്കിൽ, നമ്മൾ ആദ്യമേ തന്നെ ഒരു വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി കൊണ്ട് ലിപ്പൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുരട്ടിയതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. അതാണ് ആദ്യത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പരിക്കൻ ലിപ്സ്റ്റിക്കുകളാണ്. ചില ലിപ്സ്റ്റിക്കുകൾ ഹാർഡായിട്ടുള്ള ലിപ്സ്റ്റിക്കുകളുണ്ട് അല്ലേ? ഭയങ്കരമായിട്ടൊരു മിൻസുള്ളൊന്നും അല്ലാത്ത ഒരു രീതിയിലുള്ള ലിപ്സ്റ്റിക്കുകൾ അല്ലേ? അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടുകളെ ഭയങ്കര വരണ്ട ചുണ്ടുകളാക്കി മാറ്റാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വരണ്ടതായിട്ട് തോന്നിക്കും. ഇനി മിനുസമുള്ള ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് അധികം നേരം നിൽക്കത്തുമില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ് ലൈനർ ആണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ തന്നെ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു ലിപ് ലൈനർ കൊണ്ട് നമ്മുടെ ചുണ്ടിനൊരു ആകൃതി, ഒരു ഷേപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിന് ഒരു ആകൃതി അല്ലാതെ വൃത്തിയൊന്നും കിട്ടത്തില്ല, ഒരു ഭംഗി കിട്ടത്തില്ല. അപ്പം ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ചുണ്ടുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് വേണം ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഈ ബ്രഷ് ഉപയോഗിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് അധികം നിരന്നിക്കത്തില്ല. ബ്രഷ് ഉപയോഗിച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്ക് കുറച്ച് നേരമെങ്കിലും നിൽക്കുന്നതായിരിക്കും. അതാണ് 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ലാസ്റ്റത്തെ കാര്യം, 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് പല്ലിലാണ്. ലിപ്സ്റ്റിക്ക് ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് ലിപ്പ് രണ്ടും കൂടെ കൂട്ടി മുട്ടി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ പല്ലിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഒരു അബദ്ധം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സ്, അതായത് ലിപ്സ്റ്റിക് പ്രാന്തികളായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.